اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اتق المحارم تكن أعبد الناس شفيعنا رسول الله. أشرف الخلق محمد رسول الله صلى الله عليه وسلم തങ്ങൾ സ്വഹാബി വര്യനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടാണ് എന്നാണ് എൻ്റെ ഓർമ്മ നൽകിയ ഒരു ഉപദേശം. ഇത്തഖിൽ മഹാരിം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ നീ സൂക്ഷിക്കുക. അല്ലാഹു ധാരാളം കാര്യങ്ങൾ ഇവിടെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. ആ വഴി പോകാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല. അങ്ങനെ അല്ലാഹു നിഷിദ്ധമാക്കിയ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നീ കൈയൊഴിക്കുക. എന്നാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദായി നിനക്ക് മാറാൻ കഴിയും. ധാരാളം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന ഒരാൾ അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അയാൾ എന്താണ്? അയാളെക്കാളൊക്കെ വലിയ ദറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ കൈയൊഴിക്കുക. അത് നിഷിദ്ധമാക്കിയ വാക്കുകളാവാം, പ്രവൃത്തികളാവാം, ചിന്തയാവാം, അതൊക്കെ കൈയൊഴിക്കണം. അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത യാതൊന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തൃപ്തിപ്പെടുത്തേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ചെറിയ ഒരു തൃപ്തി എല്ലാത്തിനേക്കാളും വലുതാണ്. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ആര് ചെയ്യേണ്ടത്? ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ കോപം ഇറങ്ങാൻ എന്തെല്ലാം കാര്യങ്ങൾ നിമിത്തമാകുന്നു അതൊക്കെ കൈയൊഴിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്പൊ പല വിധേനയുള്ള പരീക്ഷണങ്ങൾ വിശ്വാസികളായ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, അധികാരികളുടെ ഭാഗത്ത് നിന്നെല്ലാം വിവിധങ്ങളായ പരീക്ഷണങ്ങൾ. ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അതിനു പറഞ്ഞ കാരണം വിശ്വാസികളായ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ സൂക്ഷ്മതയില്ല എന്നുള്ളതാണ്. സൂക്ഷ്മതയില്ല. കച്ചവടത്തിൽ തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും കവർച്ചയും ഒക്കെ നടത്തുകയാണ്. വഞ്ചന. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അങ്ങാടിയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരാൾ കാരക്ക വിൽക്കുന്നു. ഞാൻ ഈ ഹദീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കാരക്ക വിൽപ്പന നടത്തുകയാണ്. അപ്പോ കൂമ്പാരമായി കാരക്കയുടെ ഒരു കൂമ്പാരമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകൾ ഭാഗത്ത് ഇങ്ങനെ തൊട്ടു നോക്കുമ്പോൾ നല്ല ഉണങ്ങിയ കാരക്കയാണ്. തങ്ങൾ അവിടുത്തെ തൃക്കരം ആ കാരക്കൂനയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി നോക്കുമ്പോൾ ആ ഉണങ്ങിയ കാരക്കയുടെ താഴെ നനഞ്ഞ കാരക്കയുണ്ട്. അപ്പൊ കണ്ടോ? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ്? നബിയെ അസ്വാബത്തുഹു സമാഉ, മഴ വർഷിച്ച് നനഞ്ഞതാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് രണ്ടാക്കി വെച്ചുകൂടായിരുന്നു. നനഞ്ഞ കാരക്ക വേറെ, നനയാത്ത കാരക്ക വേറെ. മറ്റത് ഈ ഉണങ്ങിയ കാരക്ക കാണുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം ഉണങ്ങിയതാണ് എന്ന് വിശ്വസിച്ച് അങ്ങനെ സാധനം കൊണ്ടുപോകും. സാധനം കൊള്ളും. അത് വഞ്ചനയാണ്, വലിയ തെറ്റാണ്. ചെറിയ തെറ്റല്ല, കബീറത്താണത്, മഹാകുറ്റമാണ്. അതങ്ങനെ ഏതും അങ്ങനെ തന്നെയാണ്. പഴയതും പുതിയതും തമ്മിൽ മാറ്റും എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ഹോട്ടൽ തൊഴിലാളികൾ ഉദാഹരണം പറയാം. അപ്പൊ ഇന്നലത്തെ കറിയാണ്, ഇന്നലത്തെ സാധനങ്ങളാണ് കൊണ്ടുകൊടുക്കുന്നത്. ഈ കഴിക്കുന്നയാൾ അത് ഇന്നലത്തേതാണ് എന്നറിഞ്ഞാൽ മേടിക്കില്ല. അപ്പൊ അത് വഞ്ചനയാണ്. അത് വഞ്ചനയാണ്. വഞ്ചനയാണെന്ന് മാത്രമല്ല, വലിയ തെറ്റാണ്. വലിയ തെറ്റ്, മഹാതെറ്റ്. സാധനം വിൽക്കുന്ന സമയത്ത് അതിന് ന്യൂനതകൾ മറച്ചു കൊടുക്കുന്നു. ഒരാൾ ഒരു പറമ്പ്, ഒരു വസ്തു വിൽക്കുകയാണ്. അപ്പൊ അതിന് ചില തകരാറുണ്ടാകും. പൈശാചിക ബാധയുള്ള വീടുകളുണ്ടാകും, പിശാചിന്റെ സാന്നിധ്യമുള്ള വീടുകളുണ്ടാകും, ജിന്നുകളുടെ ഏറുള്ള വീടുകളുണ്ടാകും. അതൊക്കെ മബീഇന്റെ ഐബാണ്, കച്ചവട വസ്തുവിന്റെ ന്യൂനതകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വീട് വിൽക്കുന്നത്? അത് പറയണം. ഇവിടെ പട്ടികളെ ശല്യം വല്ലാതെയുണ്ട്.
അതല്ലെങ്കിൽ ഇവിടെ മോഷണക്കാരെ കൊണ്ട് താമസിക്കാൻ പ്രയാസമുണ്ട്, അതല്ലെങ്കിൽ ഇവിടെ രാത്രിയായാൽ ഒരു പൈശാചിക ഉപദ്രവം ഏറി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നത്, ഒഴിഞ്ഞു പോകുന്നത് എന്ന് മേടിക്കുന്നയാളോട് പറയണം. അത് പറഞ്ഞ അയാൾ മേടിക്കില്ലെന്ന് പറഞ്ഞ വിഷയം. അതാണ് ഇമാം ഇബ്നുൽ ഹസ്ൻ. അതുകൊണ്ടാണല്ലോ നനഞ്ഞ കാരൊക്കെ താഴെയാക്കി ഉണങ്ങിയ കാരൊക്കെ മുകളിൽ വെക്കുന്നത്. നനഞ്ഞത് കണ്ടാൽ ആളിത് കൊള്ളുകയാണ്. അപ്പൊ ഇങ്ങനെ വ്യവഹാരങ്ങളിലൊക്കെ മനുഷ്യർ വഞ്ചനാപരമായ സമീപനങ്ങൾ നടത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണയില്ലാത്ത, ആർദ്രതയില്ലാത്ത ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കും എന്നല്ല, മക്കൾ വഴിപിഴച്ചു പോകാനുള്ള വലിയ ഒരു കാരണം എന്താണെന്നറിയും? പിതാക്കൾ ഇങ്ങനെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളാണ്. പിതാക്കൾ മറ്റുള്ളവന്റെ സ്വത്ത്, അവരെ ഒരു സാധുവായ മനുഷ്യൻ, ഒരു ഭൂമി വാങ്ങുന്നയാൾ, അയാൾക്കിതിന് പട്ടയമുണ്ടോ, ആവശ്യമായ രേഖയുണ്ടോ എന്നൊന്നും ഒരുപക്ഷെ അയാൾക്ക് അറിഞ്ഞുകൂടണം എന്നില്ല. ഇയാൾ സമർത്ഥമായി അയാളെ പറ്റിച്ചു, ഇയാൾക്ക് ചില സ്വാധീനങ്ങളും മറ്റുമൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ സാധുവായ മനുഷ്യനെ ആപ്പിലാക്കി അയാൾക്ക് ഇത് കച്ചവടം ചെയ്തു. അല്ലാഹുവിന്റെ കോടതിയിൽ അയാൾ രക്ഷപ്പെടൂല. അതുവഴി അയാൾ സമ്പാദിക്കുന്ന സമ്പത്ത് അയാളെ മക്കൾ പറയാൻ അനാവശ്യങ്ങളിൽ ചെലവഴിക്കും. പാപ്പ ഉണ്ടാക്കിയ സമ്പത്ത് മക്കള് അനാവശ്യങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്നത് കാണാറില്ലേ? പലപ്പോഴും പാപ്പയത് നല്ല വഴിയിലൂടെ സമ്പാദിച്ചതല്ല. ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ആളുകൾ ആ സമ്പത്തൊന്നും ഉപകരിക്കാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ സമ്പത്തിൽ ബറക്കത്തില്ല. അപ്പൊ വഞ്ചന എന്ന് പറയുന്നത്, അപ്പൊ അതൊക്കെ നോക്കി കച്ചവടം ചെയ്താൽ ഇവിടെ വലിയ കോടീശ്വരനും ധനാഢ്യനും മുതലാളിയും ആകാൻ ഏറിയവർക്കും കഴിയില്ല. ഹലാലായ വഴിയിലൂടെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു മബീഹിന്റെ ന്യൂനത പറയണം. ഇതിന് ഇന്ന തകരാറുണ്ട്. നോട്ട്, നമ്മൾ കറൻസി നോട്ട് കൈമാറുകയാണ്, അപ്പൊ ചെറിയൊരു കീറലുണ്ട്, അത് കാണിച്ചു കൊടുത്ത് അയാൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടേ കൈമാറാൻ പറ്റൂ. കൂട്ടത്തിലാണ് പോട്ടെ, അത് ഇടയിൽ വെച്ചാൽ മതി എന്നാ പറയും. അതങ്ങനെ പോണ പട്ടി പോയിക്കോളൂ. പിന്നെ നമ്മളിവിടെ കുറെ തല കുത്തി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പരലോകത്ത് അവിടെ കിടക്കില്ലേ? അത് പിന്നെ ആ കൊടുത്താളെ നമുക്ക് കിട്ടുമോ? അയാളോട് പൊരുത്തപ്പെട്ടിക്കാൻ, അയാളോട് ഈ വിഷയം പറഞ്ഞ് അയാളുമായിട്ട് അത് ഹലാലാക്കി കിട്ടാൻ അയാളെ നമ്മൾ കാണുമോ? ഈ ബസ്സിന്റെ ഉടമയെ. ഇങ്ങനെ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലൊക്കെ വഞ്ചനകൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഒരു വസ്തു വിൽക്കുന്ന ആൾ അതിന്റെ ന്യൂനത പറയണം. അയാളത് പറയുന്നില്ലെങ്കിൽ അറിയുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം. അത് ഇന്ന പ്രശ്നമുണ്ട്, അയാൾ ആ വീട് വിൽക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? അത് ഇന്ന പ്രശ്നം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് എന്ന് അതറിയുന്ന ആളുകൾക്ക് പറയുന്ന നിർബന്ധമാണ്. മസല എങ്ങനെ തന്നെയല്ലേ? വിവാഹാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരാള് നമ്മളോട് ഒരാളെ കുറിച്ച് ചോദിച്ചാൽ, ഒരു പുതിയാപ്ലയെ എടുക്കാൻ പോവുകയാണ്, അപ്പൊ പുതിയാപ്ലയെ കുറിച്ച് ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയണം. അതെല്ലാം കൂടെ പറയേണ്ട ആവശ്യമില്ല. ഗീബത്ത് പറയൽ അനുവദനീയമായ ഒരു ഘട്ടമാണത്. എന്താണ് അയാൾ പാടുന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് കള്ളുകുടിയും വെള്ളപ്പടിയും, കള്ളുകുടിയും പെണ്ണുപിടിയും ഉണ്ട്. എന്നാൽ വെള്ളടിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ തന്നെ അന്വേഷിക്കാൻ വന്ന ആള് തിരിച്ചു പോകുമെങ്കിൽ പിന്നെ പെണ്ണു പിടിക്കണ വർത്താനം പറയാൻ പാടില്ല. അത് ഗീബത്താണ്. ആവശ്യമായത് പറയണം. അതല്ലാതെ മറച്ചു വെച്ചിട്ട് കുറെ കാലമായി പെണ്ണും തെരഞ്ഞെടുപ്പും രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് കരുതാൻ പാടില്ല. അത് പറയൽ എന്താണ്? നിർബന്ധമാണ്. ഇമാം ഇബ്നു ഹസ്ൻ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പൊ അതിന് ഖിയാസ് പറഞ്ഞ മസല ഏതുപോലെ ഒരു വസ്തു വിൽക്കുന്നയാൾ അതിന്റെ ന്യൂനതകൾ പറയണം, മറച്ചു വെക്കാൻ പാടില്ല. അത് പറയണം, ഇന്ന പ്രശ്നം ഇതിനുണ്ട്. അപ്പൊ ഒരു പക്ഷെ ആപേക്ഷികമായി താരതമ്യേന വില കുറഞ്ഞോട്ടെ, ആഖിറത്തിൽ രക്ഷപ്പെടലേ വേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു നിഷിദ്ധമാക്കിയ സംഗതികളെ സൂക്ഷിക്കുക, അതിന് ബറക്കത്തുണ്ടാവൂല. അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിൽ എന്തു നമ്മൾ തുടങ്ങിയാലും എന്ത് നമ്മൾ നേടിയാലും അതിന്റെ എല്ലാം അന്ത്യം പതനത്തിലേക്കാണ് പോവുക. അത് ഏത് സംഗതി അങ്ങനെ തന്നെ. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിക്കാഹ്, വിവാഹം എന്ന് പറയുന്നത് വളരെ ഷറഫുള്ളൊരു സംഗതിയല്ലേ. അത് നിക്കാഹിന് ധാരാളം പേരുകളുണ്ട്. ഇമാം ഇബ്നു ഹസ്ൻ ഹൈതമി റഹിമഹുല്ലാഹ് ഫത്വയിൽ പറഞ്ഞതാണ്, ഒരു വസ്തുവിന് ധാരാളം പേരുകൾ ഉണ്ടാകുക എന്നുള്ളത് അതിന്റെ മഹത്വം ഏറെയുണ്ട് എന്നതിന്റെ ലക്ഷ്യമാണ്.
അപ്പൊ അങ്ങനെയുള്ള വളരെ സവിശേഷമായ ഒരു കർമ്മം നിക്കാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവികരായ അമ്പിയാക്കളെ മദ്ഹ് പറയുമ്പോൾ അവരൊക്കെ ഭാര്യ സന്താനങ്ങൾ ഉള്ളവരാണ് എന്ന് പറഞ്ഞ് വിവാഹത്തിന് പ്രോത്സാഹനം നൽകി. ആ നിക്കാഹ്, ആ വിവാഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മർമ്മമായ ഒരു കാൽവെപ്പാണ്. അത് തന്നെ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിൽ തുടങ്ങിയാലോ, ഉത്തരിയിൽ കല്ല് കടിക്കുക എന്ന് പറയില്ലേ, അതേ രീതിയിൽ പിന്നെ അങ്ങോട്ട് ഉടച്ചിൽ തന്നെ ഉണ്ടാകുക. ഏതൊന്നിന്റെ തുടക്കം പ്രകാശിച്ചുവോ ഒടുക്കവും പ്രകാശിക്കും. തുടക്കം പാടിപ്പോയാൽ ഒടുക്കവും പാടും. അപ്പോ ബറക്കത്തിന്റെ അസ്ബാബുകൾ നമ്മൾ കൈക്കൊള്ളുകയും ഹിർമാനിന്റെ ബറക്കത്ത് കേടിന്റെ വഴികളെ നമ്മൾ എന്തു ചെയ്യണം? ഒഴിവാക്കുകയും ചെയ്യണം. അപ്പൊ അത് വിവാഹമായാലും മറ്റു ബന്ധനകളായാലും എന്താണെങ്കിലും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒന്ന് ഇതിൽ നടമാടാൻ പാടില്ല എന്നൊരു നിർബന്ധം ഒരു വിശ്വാസിയായ മനുഷ്യനുണ്ടാവണം. ഈ അമ്പത്തത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിനെ അത് വേദനിപ്പിച്ചാൽ അതൊരു ശാപമായി മാറും, അതൊരു ബറക്കത്തുകേടായി മാറും. അത് പിന്നെ ഈ ദമ്പതികളെ തുടർ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ മുന്നോട്ടുള്ള സഞ്ചാരത്തിലൊക്കെ ഇങ്ങനെ നിഴലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഇത്തഖിൽ മഹാൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കൈയൊഴിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ പൊരുത്തത്തിലായി